അല്ല, പൊതുവേ സിനിമ എന്നുള്ളത് ഇന്നത്തെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും ഒരു വളരെ വലിയ ഒരു ഔട്ടിങ്ങിൻ്റെ ഭാഗം മാത്രമാണ്. ഒരു ടൈം പാസ് എന്നുള്ളതാണ്. ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോൾ ഹാവ് ഫൺ ആൻഡ് അങ്ങനെയൊക്കെയുള്ളൊരു വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു ടൈം പാസ്സാണ് ഭൂരിപക്ഷം ആളുകളും സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. They don't want to spend time on a work which would reflect back to themselves or the reality. അതൊരു കുറച്ചൊരു അൺകംഫർട്ടബിൾ എക്സ്പീരിയൻസ് ആണ്. നമ്മളെ തന്നെ ജീവിതത്തിലേക്ക് അത് ഉള്ളിലേക്ക് നോക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നത് അത്ര സുഖകരമായ ഏർപ്പാടല്ലോ. മറ്റേത് നമ്മൾ ഒരു പെൺവേഷം കെട്ടുന്നു, എന്തൊക്കെയോ തമാശകൾ ഉണ്ടാവുന്നു. ഗ്രേറ്റ്, ദാറ്റ്സ് ഫിക്ഷൻ. ദാറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ലൈഫ്. You don't involve in that. You are not introspecting. അപ്പോൾ ഇൻട്രോസ്പെക്ഷന് വിധേയമാക്കുന്ന ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് സീരിയസ് സിനിമകൾ അല്ലെങ്കിൽ ഫിലിംസ് വിച്ച് ടച്ച് ദം എ ലിറ്റിൽ മോർ ഡീപ്ലി ദാൻ മിയർ എൻ്റർടൈൻമെൻറ്റ്. അത് എന്നെ ഡെഫിനറ്റ്ലി ഐ വുഡ് ലൈക്ക് മൈ ഫിലിം ടു ബി വാച്ച്ഡ് ബൈ ആസ് മച്ച് ഓഫ് പീപ്പിൾ ആസ് പോസിബിൾ. 100-200 ദിവസം ഓടണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ അതിനു വേണ്ടി ഞാനല്ലാതെ ആവാൻ എനിക്ക് പറ്റുന്നില്ല. അതെൻ്റെ ഒരു പരിമിതിയാണെന്ന് വേണമെങ്കിൽ കൂട്ടാം. അതുകൊണ്ടുണ്ടാവുന്ന ഒരുപാട് അഡ്വാൻറ്റേജസ് ഒരു പക്ഷേ നേടുന്നില്ലായിരിക്കാം. പക്ഷേ ഐ എം ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ ബീയിങ് മൈ സെൽഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പീപ്പിൾ ഹു വാണ്ട് മൈ സെൽഫ്. ഐ ഡോണ്ട് നോ, ആളുകൾ പൊതുവേ റെസ്ലെസ് ആണ്. എല്ലാവർക്കും പലരും വളരെ വൈക്കേരിയസ് ആയിട്ടുള്ള പ്ലഷറിന് വേണ്ടിയിട്ടാണ് സിനിമ കാണാൻ വരുന്നത്. തൊലിപ്പുറമേയുള്ള ആഹ്ലാദം, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ രസത്തിന് വേണ്ടി. അപ്പം അതൊന്നും ശരിക്കും ഒരു അപ്രീസിയേഷൻ ഓഫ് ആർട്ടിൻ്റെ രീതിയിൽ നമുക്ക് കണക്കൂട്ടാനോ അതിനുവേണ്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനോ പറ്റില്ല. ദോസ് ആർ ഓൾ അബറേഷൻസ് ടു മീ. അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ തിങ്ക് so the way our tolerance level to bad stuff has increased. അതൊരു സത്യമാണ്. വൃത്തികെട്ട കാര്യങ്ങളൊരു കുറച്ച് ടോളറൻസ് ലെവൽ ഈവൻ ഫാമിലീസിൽ പോലും കുറേയൊക്കെ അനുവദനീയമായി വരുന്നൊരു കാലമാണ്. ഒരു 10-30 വർഷം മുമ്പ് വരെ നമ്മൾ സഹിക്കാത്ത ഒരുപാട് വൾഗാരിറ്റി ഇന്ന് നമ്മൾ വളരെ കാഷ്വലായിട്ട് എടുക്കാൻ തയ്യാറായിരിക്കുന്നു. ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2 ഈസ് ഇന്ന് ഫിലിം ക്രിറ്റിസിസം ആദ്യം ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കും ഏറ്റവും ആദ്യം വരുന്ന കമൻറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക്, വളരെ കോമൺ ആയിട്ടുള്ള മിക്ക ത്രെഡുകളിലുള്ള വാക്ക് ലാഗ് ചെയ്യുന്നു, സ്ലോ. സോ ദർ ഈസ് സംതിങ് അബൌട്ട് ദ ഇംപേഷ്യൻസ് ഓഫ് ദ ഓഡിയൻസ്, സം ന്യൂറോസിസ് ഐ വുഡ് സേ, ആൻഡ് ദാറ്റ് ബിക്കംസ് എ ഫാക്ടർ ഇൻ എസ്തെറ്റിക് അപ്രിസിയേഷൻ. കാരണം ഒരാളൊരു കാര്യം പറയാൻ സമയമെടുക്കുകയാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ഈ പറഞ്ഞ ബോറടി അത് തൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമായിരിക്കുന്ന പോലും ചിന്തിക്കാതെ അതിനെ ജനറലി അവരുടെ ഒരു എന്താ പറയുക ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് ഭയങ്കര അപകടം തന്നെയാണത്. കാരണം ഒരാൾക്ക് സ്ലോ ആവണം എന്നുള്ളത് വേറെ ആൾക്ക് സ്ലോ ആവണമെന്നില്ല. ബട്ട് നൗ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇത്രമാത്രം ഡെമോക്രാറ്റിക് ആയ ശേഷം anybody can post anything. It can be traded of a review. And most of the time it is these kind of very superficial and subjective reactions. So എന്താ പറയുക, ഒരു intolerance towards someone else's time and general degradation of taste are two important things എനിക്ക് തോന്നുന്നു.